വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ എടുത്തിരിക്കുന്നത് ഓൾ ന്യൂ പൾസർ N125 ആണ് കേട്ടോ. അപ്പോൾ ഇവൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ കുറേ ദിവസങ്ങളായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ സ്റ്റോക്ക് തീർന്നിരിക്കുകയെന്നാണ് പറഞ്ഞത്. ലാസ്റ്റ് നമുക്ക് ഈ വണ്ടി കിട്ടി. നമുക്ക് ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിലുള്ള റോയൽ ബജാജ് ഷോറൂമിൽ നിന്നാണ് കേട്ടോ നമുക്ക് ഈ വണ്ടി റിവ്യൂ തന്നേക്കുന്നത്. കോട്ടയത്തുള്ള റോയൽ ബജാജും ഇവിടെയുള്ള റോയൽ ബജാജും എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ ഇവിടെ ഈ വണ്ടി അവൈലബിൾ ആണ്. പിന്നെ പുതിയ RS 200 ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഷോറൂമിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ബജാജ് സംബന്ധമായ വണ്ടികൾ വാങ്ങാനൊക്കെ ആയിട്ട് നമ്മുടെ ഷോറൂമിനെ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വണ്ടി കണ്ടു കഴിഞ്ഞാൽ ഒരു സ്പോർട്സ് ബൈക്കാണെന്നൊക്കെ തോന്നുമെങ്കിലും ഇതൊരു സ്പോർട്സ് ബൈക്കല്ല, ഇതൊരു കമ്മ്യൂട്ടർ ബൈക്കായിട്ടാണ് ബജാജ് ഇവനെ അവതരിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ റൈഡറിനിട്ടും എക്സ്ട്രീം 125 കൊടുക്കാനുള്ള ഒരു അടിയായിട്ടാണ് ഇവനെ ഇറക്കിയേക്കുന്നത്. ഇവൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഒരു സ്ട്രീറ്റ് ഫൈറ്ററിൻ്റെ ലുക്കാണ്. ഇങ്ങനെ കുത്താനൊക്കെ ഇരിക്കുന്നത് ഭയങ്കര അഗ്രസീവായിട്ടൊക്കെ. എനിക്ക് ഇവനെ കണ്ടപ്പം പേഴ്സണലി തോന്നിയത് നമ്മുടെ പഴയ പൾസർ 135ൻ്റെ ഒരു ടച്ചൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം ആ ഒരു വണ്ടി എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കുറേ കാലം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒരു പരിഷ്കരിച്ച് ഇറക്കിയ പോലെയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമ്മുടെ റൈഡർ ഫസ്റ്റ് വന്ന സമയത്ത് TVSൻ്റെ അത് വന്നപ്പോൾ ഒരു സ്പോർട്ടി ടച്ചുള്ള ഒരു കമ്പ്യൂട്ടർ ബൈക്ക് എന്ന് പറഞ്ഞെങ്കിലും അതിനുശേഷം എക്സ്ട്രീം വന്നപ്പം നമ്മൾ എക്സ്ട്രീം ലെവൽ സ്പോർട്ട് ബൈക്കായിട്ടുള്ള ഒരു 125 ബൈക്ക് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇവൻ വന്നപ്പോഴത്തേക്കും എന്താ പറയുക, സ്പോർട്ടിനെസ്സും പിന്നെ ഒരു ADV ടച്ചൊക്കെ ഉള്ള ഒരു കമ്പ്യൂട്ടർ ബൈക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ADV ടച്ച് എനിക്ക് തോന്നാൻ കാരണം ഈ ഒരു സെഗ്മെൻറ്റിലേക്കും വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളത് ഇവനാണ്. 198 mm ആണ് ഇവൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ്. കണ്ടോ, അടിയിൽ കൂടെ ഒരാൾക്ക് വേണമെങ്കിൽ നുഴഞ്ഞങ്ങ് പോകാൻ പറ്റും. അപ്പോൾ ഇത്രയും ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടിയും പിന്നെ ഇതിൻ്റെ ഒരു സ്റ്റൈലിങ്ങും സെറ്റപ്പൊക്കെ എനിക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരു ADV ടച്ച് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് ഇവനെ കണ്ടപ്പോൾ തൊട്ട് എൻ്റെ മനസ്സിലതാണ് ഒന്ന്. പിന്നെ ഇവനൊരു എല്ലാം തികഞ്ഞ 125 ബൈക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം വേറൊന്നുമല്ല, ഇവൻ്റെ എൻജിൻ കപ്പാസിറ്റി 125 cc, ഇവൻ്റെ വെയിറ്റ് 125 കിലോ, ഇവൻ്റെ ഫ്രണ്ട് ട്രാവൽ സസ്പെൻഷൻ 125 mm 125 mm, ബാക്ക് ട്രാവൽ സസ്പെൻഷനും 125 mm. അപ്പോൾ എവിടെ നോക്കിയാലും ഒരു 125 മയമാണ്, മൊത്തത്തിലൊരു 125. ഇവനാണ് യഥാർത്ഥ 125 ബൈക്ക് ഗൈസ്. അപ്പോൾ നമുക്ക് ഇവൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. എന്തൊക്കെയാണ് ഇവൻ്റെ സ്പെഷ്യാലിറ്റികൾ നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇവൻ്റെ ഫ്രണ്ട് പോർഷൻ ലുക്കിലേക്ക് നോക്കുമ്പോൾ തന്നെ കിടിലൻ ഒരു ഹെഡ്ലൈറ്റാണ് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ കുത്താനൊക്കെ ഇരിക്കുന്ന പോലെ ഭയങ്കര അഗ്രസീവായിട്ടുള്ള ഡ്യുവൽ ചേമ്പറായിട്ടുള്ള ഹെഡ്ലൈറ്റാണ്, ഡിമ്മും ബ്രൈറ്റും. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ആ ബോഡി പാനലുണ്ട്, ആ മഞ്ഞ കളർ ഒരു തേറ്റാപ്പല്ലൊക്കെ പോലെ. ഫ്രണ്ട് പോർഷൻ കിടിലൻ ഒരു ലുക്ക് തന്നെയാണ് കേട്ടോ. ശരിക്കും ഒരു സ്ട്രീറ്റ് ഫൈറ്ററിൻ്റെ എല്ലാ ടച്ചും തരുന്നുണ്ട്. കുറച്ച് മെലിഞ്ഞ വണ്ടിയാണ്, ലെങ്തൊക്കെ ഉള്ള പോലെ തോന്നുന്നുണ്ട്. പക്ഷേ ഇവനെ കാണാൻ അടിപൊളിയാണ് കേട്ടോ. ഫോട്ടോയിലൊന്നും കണ്ട പോലെയല്ല, നേരിട്ട് കാണാൻ കിടിലാണ്. പിന്നെ ഹാലജൻ ഇൻഡിക്കേറ്ററും കാര്യങ്ങളാണ് കൊടുത്തേക്കുന്നുണ്ട്, LED ഒന്നുമല്ല, ഹെഡ്ലൈറ്റ് LED ആണ്. പിന്നെ ഇതാണ് ഇവൻ്റെ ഒരു മഡ് ഫ്ലാപ്പ് വരുന്നതും. ഇതിൻ്റെ സൈഡിലായിട്ട് എയറൊക്കെ കയറി പോകാൻ വേണ്ടി നല്ല എയറോഡൈനാമിക് ആയിട്ടാണ് കേട്ടോ ഇവനെ പണിത് വെച്ചേക്കുന്നത്. പിന്നെ നമ്മുടെ ലോങ് ട്രാവൽ സസ്പെൻഷൻ്റെ ഇന്നർ ട്യൂബിന് ക്ഷതവും അല്ലെ പൊടിയും സ്ക്രാച്ചൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി അതിനൊരു കവറിങ്ങും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു പ്രീമിയം ടച്ചൊക്കെ തരുന്നുണ്ട്. ടെലസ്കോപ്പിക് സസ്പെൻഷനും കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ 80-17 ഇഞ്ചിൻ്റെ ടയറാണ്, ട്യൂബ്ലെസ് ടയറാണ്. 240 mm ഡിസ്ക് ബ്രേക്കാണ് ഫ്രണ്ടിൽ കൊടുത്തേക്കുന്നത്. ഇവിടെ റിഫ്ലക്ടറും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു മഡ്ഗാർഡൊക്കെ ഊരിക്കളഞ്ഞിട്ട് ഫ്രണ്ടിൽ ഒരു ഫ്ലൈ മഡ്ഗാർഡൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഓഫ് റോഡിങ് വണ്ടി സെറ്റപ്പിലോട്ട് കൊണ്ടുവരാം കേട്ടോ. നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ ആ ഒരു പ്ലാറ്റിനയുടെ വീഡിയോ ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഓഫ് റോഡിങ് സെറ്റപ്പിലോട്ട്. അപ്പോൾ ഒരു പ്ലാറ്റിന അങ്ങനെ ആക്കാൻ പറ്റുമെങ്കിൽ ഈ ഒരു വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇവന് ഒരു പാവപ്പെട്ടവൻ്റെ ADV ആക്കാൻ പറ്റും. 130 ഇവൻ്റെ ഒരു പ്രൈസ് റേഞ്ച് വരുന്നത്. അപ്പോൾ ഹിമാലയനോ എക്സ്പൾസൊക്കെ പോലെയുള്ള വണ്ടികൾ സ്വപ്നം കണ്ട് കിടക്കുന്നവർക്ക് അത് വാങ്ങാനിപ്പോൾ പൈസയൊന്നും ഇല്ലെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ച് വാങ്ങിച്ചാൽ കിടിലൻ ലുക്കും പിന്നെ എന്താ പറയുക അത്യാവശ്യം മൈലേജും തരുന്ന ഒരു കിടു ഓഫ് റോഡർ ആക്കാൻ പറ്റും. കാരണം ഇവൻ്റെ സ്റ്റൈലിങ് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. ആ പ്ലാറ്റിനെ അങ്ങനെ ആക്കാൻ പറ്റുമെങ്കിൽ ഇവനെ അങ്ങനെ ആക്കാൻ പറ്റും. കാരണം നമ്മൾ ഹൈ റേഞ്ചിലൊക്കെ ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഭയങ്കര വലിയ വലിയ വണ്ടിയിൽ ഹിമാലയനിലും എക്സ്പൾസിലൊക്കെ കയറി പോകുമ്പോൾ അവിടുത്തെ നാട്ടുകാർ പ്ലാറ്റിനായാലും ഡിസ്കവറിയിലൊക്കെ തുമ്പി തുള്ളുന്ന പോലെ കയറി പോകുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവർക്ക് പോകാൻ പറ്റുമെങ്കിൽ ഈ വണ്ടീനെ വേറെ ലെവലിലോട്ടൊന്ന് പണിതെടുത്ത് കഴിഞ്ഞാൽ ആക്കാൻ പറ്റും. ഇത് പ്രത്യേകിച്ച് പണിയൊന്നും വേണ്ട കേട്ടോ. അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്, അണ്ടർബെല്ലി എക്സോസ്റ്റ് ആണ്. പക്ഷേ ആ ഒരു എക്സോസ്റ്റിന് ക്ഷതവും നേക്കത്തില്ല, നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതുകൊണ്ട് തന്നെ അടിയിലായിട്ട് സെൻറ്റർ സ്റ്റാൻഡും വരുന്നുണ്ട്, അതിനൊരു പ്രൊട്ടക്ഷൻ പോലെ. പിന്നെ ഇവൻ്റെ ഹൃദയം വരുന്നതെന്ന് പറഞ്ഞാൽ സിംഗിൾ സിലിണ്ടർ സിംഗിൾ സ്പാർക്ക് 2 വാൽവ് എഞ്ചിനോട് കൂടിയാണ്, എയർ കൂൾഡ് എഞ്ചിനാണ് കേട്ടോ. അപ്പോൾ ഇതൊരു പുതിയ തന്നെ ഒരു എഞ്ചിനാണ് ഇവന് കൊടുത്തേക്കുന്നത്. കിക്കറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സൈലൻ്റ് ആയിട്ടുള്ള എഞ്ചിനാണ്. ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്തൊക്കെ നോക്കിയായിരുന്നു. പിന്നെ ഇൻറ്റഗ്രേറ്റഡ് സ്റ്റാർട്ടർ ജനറേറ്റർ വരുന്നുണ്ട്. 1 ടച്ച് സ്റ്റാർട്ടിലൊക്കെ വണ്ടി സ്റ്റാർട്ടാകും. അത് ടോപ്പ് വേരിയൻറ്റിലേ വരുന്നുള്ളൂ. ഇത് ടോപ്പ് വേരിയൻ്റ് ആണ്. അല്ലാത്ത വേരിയൻറ്റിൽ ആ ഒരു സംഭവം വരുന്നത്. പിന്നെ ഓട്ടോ സ്റ്റാർട്ട് ഓട്ടോ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. നമ്മൾ ബ്ലോക്കിലൊക്കെ പോകുമ്പോൾ തന്നെ നിന്ന് പോയിട്ട് മറ്റേ ക്ലച്ച് പിടിക്കുമ്പോൾ ഓൺ ആകുന്ന സംഭവം ഉണ്ടല്ലോ, പെട്രോളൊക്കെ സേവ് ചെയ്യാൻ വേണ്ടി. ആ ഒരു സംവിധാനവും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ഈ ബാക്ക് പോർഷനിലേക്ക് നോക്കുമ്പോഴത്തേക്കും ബോക്സ് ടൈപ്പ് സിങ്ങാമ്പും കാര്യങ്ങളൊക്കെ കാണാം. അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള സിങ്ങാമ്പാണ്. വണ്ടി നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. ബാക്കിലെ ടയർ സൈസ് വരുന്നത് 110 ആണ്. 110-80-17 MRFൻ്റെ ട്യൂബ്ലെസ് ടയറാണ് വരുന്നത്. പിന്നെ നമ്മുടെ അലോയ് വീലിലും ചെറിയൊരു ഗ്രാഫിക്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഒരു ടയർ ഹഗ്ഗറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സസ്പെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാനാണ് കേട്ടോ. ഇതിൻ്റെ അടിക്കൂടെ നോക്കുമ്പോൾ സസ്പെൻഷൻ കാണാം. പിന്നെ ഈ ഒരു ബോഡി പാനലൊക്കെ ഉണ്ട്, ഇത് ഫ്ലോട്ടിംഗ് സെറ്റപ്പിലാണ് പിടിപ്പിച്ച് വെച്ചേക്കുന്നത്. ഇതുമായിട്ട് ബന്ധമൊന്നും ഇല്ലാത്ത രീതിയിലാണ്. പക്ഷേ ഇത് പറഞ്ഞൊന്നും പോകത്തില്ല, കയറിയിരിക്കുമ്പോൾ ഒടിഞ്ഞൊന്നും പോകത്തില്ല. അത്യാവശ്യം നല്ല സ്ട്രോങ് ബിൽഡായിട്ടുള്ള ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ആ ഒരു 125 എന്നുള്ള സ്റ്റിക്കർ ആണെങ്കിലും N125ൻ്റെ 1, 2 ഇവിടെയും ബാക്കി 5 ഇവിടെ ആയിട്ടാണ് വരുന്നത്. കിടിലൻ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ
കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അടിപൊളി ഒരു ഗ്രാബ് റെയിൽ കൊടുത്തിട്ടുണ്ട് പിടിച്ചിരിക്കാൻ. പിന്നെ ഇവിടെ എന്തൊരു സംഭവം ഉണ്ട് കേട്ടോ, ഇവിടെ വന്നാൽ എല്ലാം കെട്ടി വെക്കായിരിക്കും. നമ്മുടെ ഹാലജൻ ഇൻഡിക്കേറ്ററും കാര്യങ്ങളും കാണാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് അവൻ്റെ ടെയിലൈറ്റ് വരുന്നത്. നമ്മുടെ പൾസറിൻ്റെ ആ ഒരു ടച്ച് നിലനിർത്തുന്ന ആ ഒരു 2 ടെയിലൈറ്റ്. പൾസറിൻ്റെ DNA ആണല്ലോ, അതുകൊണ്ടാണ് ആ പൾസറിൻ്റെ പോലെയൊക്കെ തന്നെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളും ഇവിടെയാണ് വരുന്നത്. അതിൻ്റെ ലൈറ്റും സെറ്റപ്പ് ഇവിടെയാണ്. ഇപ്പുറത്തെ സൈഡിലോട്ട് പോകുമ്പോഴത്തേക്കും ലേഡീസ് സാരി ഗാർഡ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ സീറ്റ് അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള സീറ്റാണ് കേട്ടോ, സ്പ്ലിറ്റ് സീറ്റാണ്. അപ്പോൾ ഈ ഒരു പോർഷനൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മുടെ എക്സ്പൾസിൻ്റെയൊക്കെ ആ ഒരു സീറ്റൊക്കെ പോലെ ഓഫ് റോഡിങ് വണ്ടിയുടെയൊക്കെ ആ ഒരു സെറ്റപ്പ് ഉണ്ടോ, ഇങ്ങനെ ഈ ടാങ്കിലോട്ടൊക്കെ പൊങ്ങി നമുക്ക് നിന്നും അങ്ങനെയൊക്കെ പോകാൻ തരത്തിൽ. ഫ്രണ്ടിലെ റൈഡറുടെ സീറ്റ് കുറച്ചുകൂടെ ലെങ്തി ആക്കി, അത്യാവശ്യം നല്ല വീതിയും കാര്യങ്ങളുണ്ട്. ഒരു പരിക്കനായിട്ടുള്ള സീറ്റാണ്. പിന്നെ പൾസറിൻ്റെ ബാഡ്ജിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്ര സോഫ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാൽ അത്ര ഹാർഡൊന്നും പറയാൻ പറ്റത്തില്ല. 9.5 ലിറ്ററിൻ്റെ ടാങ്കാണ് കൊടുത്തിരിക്കുന്നത്. ഒരു കൊച്ചു ടാങ്ക് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളും തരുന്ന വണ്ടിയാണ് കേട്ടോ. ഇവിടെ ഒരു USB ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. E20 കേപ്പബിൾ ആണ്. പിന്നെ ഈ ടാങ്കിലിട്ട് ഊരി കയ്യിലൊന്നും പിടിക്കേണ്ട. നമ്മുടെ പഴയ പൾസറിലൊക്കെ യൂസ് ചെയ്തേക്കുന്ന അതേ സെറ്റപ്പ് തന്നെ കേട്ടോ. ഇത് തന്നെ ഇൻബിൽറ്റ് ആണ് കേട്ടോ, ഇവിടെ തന്നെ ഇരുന്നോളും. ഓക്കെ, ഇത് കൊള്ളാം കേട്ടോ, നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു കൊച്ചു ടാങ്കും കൊച്ചടപ്പൊക്കെയാണ്. പിന്നെ പൾസർ എന്നുള്ള നമ്മുടെ 3D ലോഗോ കൊടുത്തിട്ടുണ്ട്. അത് ക്രോം ഫിനിഷിങ്ങിലാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ താഴെയായിട്ടും പൾസർ എന്നുള്ള ഒരു എഴുത്തും ഉണ്ട് കേട്ടോ, സ്റ്റിക്കറും ഉണ്ട് കേട്ടോ, ഗ്രാഫിക്സിലൂടെ തന്നെ. പിന്നെ നമ്മുടെ ബാറിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇതാണ് അതിൻ്റെ സ്വിച്ചസും കാര്യങ്ങളിലോട്ടൊക്കെ വരുന്നത്. ഇതിൻ്റെ മൈലേജ് എന്ന് പറയുന്നത് ഒരു 60 to 65 ഒക്കെയാണ് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ്. ഇതാണ് എൻജിൻ കില്ല് ഓണ് സ്വിച്ച് വരുന്നത്. ഇതാണ് ഓട്ടോ സ്റ്റോപ്പിൻ്റെ. ഇത് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ ബ്ലോക്കിലൊക്കെ പോകുമ്പോൾ ഇത്ര സമയം കഴിയുമ്പോൾ തന്നെ ഓഫായി പോകും. നമ്മൾ ക്ലച്ച് പിടിച്ച് കഴിഞ്ഞാൽ നോർമൽ നമ്മൾ സാധാരണ വണ്ടികളിലൊക്കെ ഉള്ള പോലെ, ഈ സംഭവം ഉള്ള വണ്ടികളിലൊക്കെ ഉള്ള പോലെ തന്നെ ക്ലച്ച് പിടിച്ചാൽ സ്റ്റാർട്ടാവും. ഇതാണ് ഇത് സ്റ്റാർട്ടാക്കുന്ന സ്വിച്ച്, ഇതിൻ്റെ സ്റ്റാർട്ടർ സ്വിച്ച്. ഇത് ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച്, ഇത് ഹോണിൻ്റെ സ്വിച്ച്. അപ്പോൾ ജസ്റ്റ് ഹോണൊക്കെ ഒന്ന് അടിച്ച് കേൾപ്പിക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു ഹോണിൻ്റെ സൗണ്ട് വരുന്നത്. പിന്നെ ഇവിടെ ഒരു M സ്വിച്ച് വരുന്നുണ്ട്. ഇതിൽ കൂടെയാണ് നമ്മളിത് മാറ്റുന്നത് കേട്ടോ. ഇതിൻ്റെ അകത്ത് കാര്യങ്ങളൊക്കെ മാറുന്നുണ്ട്. ട്രിപ്പ് 1, ട്രിപ്പ് 2, വാർണിംഗ്, ക്ലോക്ക്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉള്ള വേരിയൻ്റ് ആണ് കേട്ടോ. ഇതിന് ബ്ലൂടൂത്ത് ഇല്ലാത്തതുകൊണ്ട് ഇത് ബ്ലൂടൂത്ത് ഉള്ള വേരിയൻ്റ് ആണ്. പിന്നെ ഇതിൻ്റെ അകത്ത് അധികമൊന്നുമില്ല കേട്ടോ. ഫ്യൂൽ ഗേജ് ഉണ്ട്, ന്യൂട്രൽ ഉണ്ട്, ഇൻഡിക്കേറ്ററിൻ്റെ വാർണിങ്ങും കാര്യങ്ങളും കാണിക്കുന്നുണ്ട്, ഫ്യൂൽ ഇഞ്ചക്ഷൻ്റെ കാണിക്കുന്നുണ്ട്, ഓട്ടോ സ്റ്റാർട്ട് ഓട്ടോ സ്റ്റോപ്പിൻ്റെ ഉണ്ട്. പിന്നെ ബജാജ് എന്നുണ്ട്. ഒരു നെഗറ്റീവ് സൈഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഈ നല്ല വെയിലാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ടൈമുണ്ട്. ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഒന്നുമില്ല, RPM മീറ്റർ ഒന്നുമില്ല. നോർമൽ കാര്യങ്ങൾ മാത്രമുള്ള ഒരു മീറ്റർ കൺസോളും കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. എൻഡ്യൂറൻസിൻ്റെ മാസ്റ്റർ സിലിണ്ടർ ആണ് കേട്ടോ. ഇതിലോട്ട് തന്നെയാണ് ബാക്കിലെ ബ്രേക്കിൻ്റെ ആ ഒരു കേബിൾ വന്നേക്കുന്നത്. അപ്പോൾ ബാക്ക് ഓട്ടുമ്പോൾ ഫ്രണ്ടും കൂടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി അങ്ങനെയാണ് CBS വർക്ക് ആകുന്നത്. വൈഡ് ആയിട്ടുള്ള ഒരു ഹാൻഡിൽ ബാറാണ്. നമ്മുടെ N സീരീസിലൊക്കെ കണ്ട പോലെ തന്നെ ഒരു ഹാൻഡിൽ ബാറും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ലിവേഴ്സ് ഒന്നും കുഴപ്പമില്ല, ഒക്കെയാണ്. അഡ്ജസ്റ്റബിൾ ഒന്നുമല്ല, നോർമൽ ഒരു മിററാണ്. അത്ര നല്ല വിസിബിലിറ്റി കിട്ടുമെന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലൊരു നോർമൽ കണ്ടീഷൻ മിററും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ ചുറ്റും നടന്ന് നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന കാര്യങ്ങൾ. ഇവന് 5 ഗിയറും കാര്യങ്ങളും ഉള്ളൂ കേട്ടോ. 6 സ്പീഡ് വണ്ടിയൊന്നുമല്ല. ഇതിൻ്റെ ഫസ്റ്റ് താഴത്തോട്ടും ബാക്കിയെല്ലാം മേളിലോട്ടുമാണ്. ന്യൂട്രൽ നടുവിലായിട്ടും വരും. അങ്ങനെയാണ് ഇവൻ്റെ ഒരു സെറ്റപ്പ്. പിന്നെ സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ കട്ട് ഓഫും കാര്യങ്ങളുണ്ട്. പിന്നെ റൈഡർ ഫുഡ് ബെക്കിൽ റബ്ബർ വീഡിങ് വരുന്നുണ്ട്, ഫോൾഡബിൾ ആണ്. പില്ലിയൻ ഫുഡ് ബെക്കിലും റബ്ബർ വീഡിങ് വരുന്നുണ്ട്, അതും ഫോൾഡബിൾ ആണ്. എല്ലാം ഫോൾഡബിൾ ആണ്. പിന്നെ ഞാൻ ജസ്റ്റ് ഇവൻ്റെ പുറത്തൊന്ന് കയറിയിരിക്കാം. അപ്പോൾ ഇവനെ കയറിയിരിക്കുമ്പോൾ നമുക്ക് ഫ്ലാറ്റ് ഫുഡാണ് കേട്ടോ. ആർക്കും അനായാസം ഈസി ആയിട്ട് കയറിയിരിക്കാം. 795 mm ആണ് കേട്ടോ ഇവൻ്റെ ഒരു സീറ്റ് ഏരിയ. കണ്ടോ, നടുവ് ഇങ്ങനെ കുഴിഞ്ഞിങ്ങനെ വരുന്നുണ്ട്. നമുക്ക് ഈസി ആയിട്ട് കയറിയിരിക്കാം. നല്ല വൈഡ് ആയിട്ടുള്ള ഹാൻഡിൽ ബാറും. അപ് സ്ട്രൈറ്റ് ആയിട്ടിരുന്ന് ഓടിക്കാം, മടുക്കത്തൊന്നുമില്ല. നമ്മൾ എത്ര ദൂരം പോയാലും മടുക്കത്തില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഈ ഒരു പൊസിഷൻ നല്ല പക്കയാണ് കേട്ടോ. നോർമലി നമ്മൾ റിവ്യൂ ചെയ്ത ബൈക്കുകളുടെയൊക്കെ ഒരു സീറ്റ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 800 mm ഒക്കെയാണ് വരുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇത് കുറച്ചുകൂടെ കുറവാണ്, 795 mm ആണ് വരുന്നത്. പിന്നെ ഇവൻ്റെ ഒരു പവർ ഫിഗേഴ്സും കാര്യങ്ങളിലോട്ടൊക്കെ നോക്കുവാണെങ്കിൽ 12 PS പവറാണ് ഇവന് കൊടുത്തിരിക്കുന്നത്. അതായത് 8500 RPM അതുപോലെ 11 Nm ടോർക്ക് 6000 RPM. അപ്പോൾ അത്യാവശ്യം പവറൊക്കെ ഉള്ള ഒരു കൊച്ചു വണ്ടി. ഒരു 125 ബൈക്കിന് തരാൻ പറ്റുന്ന മാന്യമായിട്ടുള്ള പവറും കാര്യങ്ങളൊക്കെയാണ്. ജസ്റ്റ് ഇവനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഉണ്ടോ, 1 ടച്ച് സ്റ്റാർട്ടാണ്, സൈലൻറ്റ് സ്റ്റാർട്ടാണ്. സ്റ്റാൻഡ് ഇട്ടിട്ടുണ്ട്, അതാണ് വണ്ടി ഓഫ് ആയിപ്പോയത്. ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടായി, ലൈറ്റ് ഓണായി. ഓട്ടോ സ്റ്റോപ്പിൻ്റെ സ്വിച്ച് ഓണാക്കിയിട്ടുണ്ട്, ഓഫാണ്. ഓണാക്കി അപ്പോൾ നിന്ന് പോകാൻ നോക്കാം. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഒരു 2-3 സെക്കൻഡിനുള്ളിൽ ഓഫായി പോകേണ്ടതാണ് സംഭവം. ഓഫാകുന്നില്ല, എനിക്ക് തോന്നുന്നു വണ്ടി ഒന്ന് മൂവ് ആവണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓഫ് ആക്കിയിട്ടൊന്ന് ഓണായി കാണിക്കാം, എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ വാണിങ്ങും കാര്യങ്ങളും ഉണ്ട്. ഹായ്, ലെറ്റസ് റൈഡ് എന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. ഈ ISG എന്ന് പറഞ്ഞ ടോപ്പ് വേരിയൻറ്റിലുള്ളൂ കേട്ടോ. ഈ ബ്ലൂടൂത്ത് വേരിയൻറ്റിലുള്ളൂ ഇൻറ്റഗ്രേറ്റഡ് സ്റ്റാർട്ടർ ജനറേറ്റർ സെറ്റപ്പ്. ഈ 1 ടച്ച് സ്റ്റാർട്ടൊക്കെ, അല്ലാത്ത സാധാ സ്റ്റാർട്ടറും കിക്കറും മാത്രമേ ഉള്ളൂ. ഞാൻ വേണമെങ്കിൽ ഇതിന്ന് ഇറങ്ങിയിട്ട് ഇതിൻ്റെ സൗണ്ട് ഒന്ന് കേൾപ്പിക്കാം, ഇതിൻ്റെ സൗണ്ടിങ് എങ്ങനെയുണ്ടെന്ന്. ഇപ്പോൾ ജസ്റ്റ് സൈഡ് സ്റ്റാൻഡ് ഇടുമ്പോൾ സൈഡ് സ്റ്റാൻഡ് എന്നവിടെ എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ഇവൻ്റെ ഒരു സൗണ്ടും കാര്യങ്ങളും വരുന്നത്. ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള വണ്ടി കേട്ടോ, വലിയ സൗണ്ടും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ആദ്യം ഒന്ന് സൗണ്ട് എടുത്തപ്പോൾ തൊട്ടപ്പുറത്തെ ഹോട്ടലിൽ പാട്ട് വെച്ചു, നല്ല സൗണ്ടിലായിരുന്നു. അതുകൊണ്ട് ഞാനതൊന്ന് കട്ടാക്കി കളഞ്ഞാണ് കേട്ടോ, അല്ലെങ്കിൽ കോപ്പിറൈറ്റ് അടിക്കും.
നല്ല റിഫൈൻമെൻ്റ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒച്ചയും ബഹളമൊന്നുമില്ല, ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള നമ്മുടെ ആ ഒരു CNG വണ്ടി ഓടിച്ചില്ലേ ഫ്രീഡം, അതിൻ്റെ ഒരു സൗണ്ടൊക്കെ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം ജസ്റ്റ് ഇവനൊന്ന് മൂവ് ആക്കി നോക്കാം കേട്ടോ, ജസ്റ്റ് അവിടം വരെ ഒന്ന് ഓടിക്കുന്നുള്ളൂ. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് ഇവിടെ ഇനി അധികം നേരം വെക്കാൻ പറ്റത്തില്ല, ഹോട്ടൽ തുറന്നു. അപ്പോൾ ഇതൊരു കിടിലൻ ഹോട്ടലാണെന്ന് തോന്നുന്നു, അവിടെ പാട്ടും പരിപാടികളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവനെ നമ്മൾ ജസ്റ്റ് ഒന്ന് റൈഡാൻ വേണ്ടി റോഡിലോട്ട് ഇറക്കുവാണ് കേട്ടോ. അപ്പോൾ ഇവൻ്റെ സസ്പെൻഷൻ പാർട്ട് കൊള്ളാം, നല്ല ലോങ് ട്രാവൽ സസ്പെൻഷനാണ് കേട്ടോ വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇത് താഴുന്നുണ്ട് കേട്ടോ, ആ ഒരു ട്രാവൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം ഉണ്ടോ ബ്രേക്ക് പിടിക്കുമ്പോൾ സസ്പെൻഷൻ കൊള്ളാം കേട്ടോ, കിഡിലൻ സസ്പെൻഷൻ, ഫ്രണ്ട് ആണെങ്കിലും ബാക്ക് ആണെങ്കിലും. പിന്നെ ഇവൻ്റെ ഈ ഓട്ടോ സ്റ്റാർട്ട് ഓട്ടോ സ്റ്റോപ്പ് വർക്ക് ആകുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് ഒതുക്കി നിർത്താം. നമുക്ക് ഗിയറിൽ തന്നെയാണ് കേട്ടോ, ഗിയറിലിട്ടിട്ട് ഒന്ന് നിർത്തി നോക്കട്ടെ. അത് വർക്കാവുന്നില്ല, കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അത് ഗിയറിലിട്ടാൽ വർക്കാവില്ല, നമ്മൾ ന്യൂട്രലിട്ട് നോക്കാം. എവിടെ ന്യൂട്രൽ? ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഇല്ല കേട്ടോ, ഇപ്പോൾ ന്യൂട്രലാണ്. അപ്പോൾ അത് മിന്നാൻ തുടങ്ങി. ഇതുണ്ടോ ഡിസ്പ്ലേ ഇപ്പം കുറച്ചുകൂടെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ തോന്നും, നെഗറ്റീവ് ടച്ചിലുണ്ട്. അപ്പോൾ ഓഫായി. ത്രോട്ടിൽ കൊടുത്താൽ ഓണാകത്തില്ല, ക്ലച്ച് പിടിച്ചാലേ ഓണാകത്തുള്ളൂ. അതുകൊണ്ടാണ് അത് ന്യൂട്രൽ ഇടേണ്ട വരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ത്രോട്ടിലായിരുന്നെങ്കിൽ ചിലപ്പം ഗിയറിൽ സാധനം ഓഫായി പോയാനെ. ന്യൂട്രലാണ് ആ സംഭവം വർക്കാകത്തുള്ളൂ. അത് വേണ്ടാന്നുണ്ടെങ്കിൽ ഇവിടെ ഓഫാക്കി ഇടാം കേട്ടോ. പിന്നെ ഇവന് ഇനീഷ്യലി ഒരു പൾസറിൻ്റേതായിട്ടുള്ള ഒരു ചാട്ടമൊന്നും എനിക്കങ്ങോട്ട് ഫീൽ ചെയ്യുന്നില്ല, എന്നാലും ഉണ്ട്, കൈ കൊടുത്തെടുക്കുമ്പോൾ ഉണ്ട്. പിന്നെ 0 to 60 ഈ ഒരു സെഗ്മെൻറ്റിലേക്കും വെച്ചിട്ട് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് കയറുന്ന വണ്ടിയാണെന്നാണ് ബജാജ് അവകാശപ്പെടുന്നത്. ഓട്ടോ സ്റ്റാർട്ട് ഓട്ടോ സ്റ്റോപ്പ് ഓഫ് ആക്കിയേക്കാം. പിന്നെ ഇവൻ്റെ ഒരു പവർ ടു വെയിറ്റ് റേഷ്യോ എന്നൊക്കെ പറയുന്നത് 96 PS ആണ്. ഇപ്പോൾ പവർ ടു വെയിറ്റ് റേഷ്യോ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടേക്കുന്ന KTM-ൻ്റെ കാര്യത്തിലായിരിക്കും. അതായത് മാക്സിമം വെയിറ്റ് കുറച്ചിട്ട് പവർ കയറ്റുക. അത് പവർ ടു വെയിറ്റ് റേഷ്യോ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു PS ഉണ്ടല്ലോ 12 PS പവർ, അത് ബൈ ഇതിൻ്റെ വെയിറ്റ്. ഇപ്പോൾ 12/125 പറയുമ്പോൾ 0.96 കിട്ടും. അത് ഹോർസ് പവറിലാണ് കാൽക്കുലേറ്റ്. അപ്പോൾ ഇൻറ്റു 1000, അപ്പോൾ 96 PS. സംഭവം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കും വലിയ ഐഡിയ ഒന്നുമില്ല, പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് ഇത്രേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ വലിയ ഭാരമുള്ളൊരു സാധനം മുന്നോട്ട് മൂവ് ചെയ്യാൻ ഒരുപാട് എനർജി കൊടുക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ വെയിറ്റ് കുറയ്ക്കുന്നതനുസരിച്ച് അതിന് കുറച്ച് എനർജി മതിയല്ലോ. അപ്പോൾ അതാണ് ഈ പവർ ടു വെയിറ്റ് റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വണ്ടിയുടെ വെയിറ്റ് കുറയ്ക്കും തോറും വണ്ടിയുടെ എഞ്ചിന് ഒരുപാട് പണിയെടുക്കേണ്ടി വരുന്നില്ല, വലിയ സ്ട്രെസ്സ് വരുന്നില്ല. അപ്പോൾ അത്രയും എണ്ണയും കത്തിക്കേണ്ടി വരുന്നില്ല. അപ്പം വണ്ടിക്ക് നല്ല സ്പീഡ് എടുക്കാനും നല്ല മൈലേജ് എടുക്കാനൊക്കെ പറ്റും. അത്രേ ഉള്ളൂ സംഭവം, വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ജസ്റ്റ് കൈ കൊടുത്ത് നോക്കാം. 125 ബൈക്കിൻ്റേതായിട്ടുള്ള ചെറിയ ലാഗൊക്കെ ഉണ്ട് കേട്ടോ, കുഴപ്പമില്ല, ഭയങ്കര സ്മൂത്താണ്. ഇത് ബജാജിൻ്റെ വണ്ടിയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. കാരണം എനിക്കിതൊരു ഇതിൻ്റെ വണ്ടിയായിട്ട് ഹോണ്ടയുടെ എൻജിൻ പോലെ ഫീൽ ചെയ്യുന്നു, അത്രയും സ്മൂത്ത്, ഭയങ്കര റിഫൈൻമെൻറ്റ് ഫീൽ കേട്ടോ, നല്ല റിഫൈൻഡ് ആയിട്ടുള്ള എൻജിൻ. ബജാജ് നിങ്ങൾ വളർന്നിരിക്കുന്നു. ആ ഒരു ഫ്രീഡം 125ൻ്റെ ഒരു സൗണ്ടിങ് ഒക്കെ പോലെ എൻജിൻ സൗണ്ടിൻ്റെ ഭാഗത്തു നിന്നൊക്കെ കേട്ടോ. പിന്നെ ബ്രേക്കിങ് അത്രയുള്ള ബൈറ്റുള്ള ബ്രേക്കിംഗ് അല്ല, 240 mm ഫ്രണ്ടിലെ ഡിസ്ക് ബ്രേക്ക്, ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത തരക്കേടില്ലാത്തൊരു ബൈറ്റും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. എന്ന് വെച്ചാൽ ക്വിക്കായിട്ടുള്ളൊരു പിടുത്തമൊന്നുമല്ല, ഒരു സോഫ്റ്റ് പോലെ വന്നിട്ടുള്ളൊരു പിടുത്തമുണ്ടല്ലോ, അതെങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്കറിയത്തില്ല, നിങ്ങൾക്കത് മനസ്സിലായെന്ന് തോന്നും. പിന്നെ ബാക്കിലെ ബ്രേക്കും കുഴപ്പമില്ല, വലിയ റെസ്പോൺസും തരുന്നില്ല. അപ്പോൾ ABS ഇല്ലാത്തതുകൊണ്ട് മറ്റേ ലോക്കാകുന്ന പോലെ സംഭവം, കാരണം ഇത് പയ്യെ പഴം പുഴുങ്ങിയ പോലെയാണ് പിടിച്ച് വരുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. ബാക്ക് ബ്രേക്കിൻ്റെ ഒരു സംഭവം അതേ ഫ്രണ്ടിലോട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്ക് പിടിച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടും കൂടെ അപ്ലൈ ആകുന്നുണ്ട്, CBS ആണല്ലോ കോമ്പൈൻഡ്. അപ്പോൾ ഫ്രണ്ട് ബ്രേക്ക് ഇതാണ്, കുത്തുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷേ ഒരു സിംഗിൾ വിരലിലൊക്കെ പിടിക്കുമ്പോൾ ഉള്ള ഒരു ക്വിക്ക് ബൈറ്റ് ഇല്ലെന്നുള്ളൂ. പക്ഷേ 2 വിരലിലൊക്കെ പിടിക്കുമ്പോൾ ആ ഒരു കുത്തൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ 5 ഗിയർ ഷിഫ്റ്റിംഗ് നോക്കട്ടെ, സ്മൂത്താണ്, കുഴപ്പമില്ല. ഒന്ന് കൈ കൊടുത്ത് നോക്കാം. പവർ ഉണ്ട്, പൾസറിൻ്റെ DNA ഒക്കെ ഉണ്ട് ഇവന് കേട്ടോ. അപ്പോൾ ഒരു 130 സംതിങ് ആണ് ഇവൻ്റെ ഒരു പ്രൈസ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആക്ച്വലായിട്ടുള്ള പ്രൈസും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിടാം കേട്ടോ. കാരണം 2 വേരിയൻ്റ് ഉണ്ട്. ഇത് ബ്ലൂടൂത്ത് വേരിയൻ്റ് ആണ്, ഈ ടോപ്പ് വേരിയൻ്റ് ആണ്. അപ്പോൾ കുറേ കളർ ഓപ്ഷൻസിലും അവൈലബിൾ ആണ്. അപ്പോൾ ഈ ടോപ്പ് വേരിയൻറ്റിലാണ് ഇൻ്റഗ്രേറ്റഡ് സ്റ്റാർട്ടർ ജനറേറ്റീവ് ഓട്ടോ സ്റ്റാർട്ട് ഓട്ടോ സ്റ്റോപ്പ് ഈ 1 ടച്ച് സ്റ്റാർട്ടൊക്കെ ഉള്ളത്. മറ്റേ ബേസ് വേരിയൻറ്റിൽ അതൊന്നുമില്ല കേട്ടോ. അപ്പോൾ പ്രൈസിലും ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ പ്രൈസ് ഞാൻ എഴുതിയിടാം, ഷോറൂമിൻ്റെ നമ്പറും. അപ്പം ഇതാ കാണുന്നതാണ് നമ്മുടെ റോയൽ ബജാജ് തൊടുപുഴ ഷോറൂം. അപ്പോൾ അവരാണ് നമുക്ക് ഈ വണ്ടി റിവ്യൂവിന് തന്നിരിക്കുന്നത്. അപ്പോൾ അവരോട് തീർത്ത നന്ദിയുണ്ട്. ഇപ്പോൾ ഞാൻ വണ്ടി കൊണ്ട് കൊടുക്കും, ജസ്റ്റ് ഒരു റിവ്യൂ, ജസ്റ്റ് ഒരു റൈഡ് എക്സ്പീരിയൻസ് എന്നുള്ളൂ കേട്ടോ, അല്ലാണ്ട് അധികം നേരമൊന്നും ഓടിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരയ്ക്കും ഒരുപാട് സ്നേഹം മാത്രം. ക്ലച്ച് അല്പം തുമ്പത്താൻ തോന്നുന്നു.